നെല്ലിയാമ്പതി യാത്രയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് രാവിലെ തന്നെ ഒരു ഫാം കാണാൻ വേണ്ടി ഇറങ്ങി. എല്ലാവരും ലേഡീസ് എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ടൂറിൽ വന്ന അതേ വാഹനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഫാം കാണാൻ പോയത്. നല്ല രസമായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ലൊരു ഫാമാണ്. എന്നാൽ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫാമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്തെല്ലാമാണ് ഫാമിൽ കാണാനുള്ളതെന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാം. നിങ്ങൾക്കും ഇതെല്ലാം കണ്ട് എന്ന് എൻജോയ് ചെയ്യാം. നല്ല വെയിലായിരുന്നു കേട്ടോ. ചിലരൊക്കെ തൊപ്പിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചിലർ കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും തൊപ്പിയും കുടയൊന്നും കൊണ്ടുവന്നിട്ടില്ല. നല്ല വെയിലുള്ള ദിവസം തന്നെയായിരുന്നു അത്. എല്ലാം കണ്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ രാവിലെ തന്നെയാണ് കേട്ടോ ഈ ഫാമിലെത്തിയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ ഫാം കണ്ടുപോയ ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഫാമിലെത്തിയത്. പ്രാവ്, കോഴി, താറാവ്, പിന്നെ പശു, പിന്നെ യമു, ആടുകൾ, മുയൽ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് എൻജോയ് ചെയ്ത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു അത്. ഈ ഫാമിൽ മുഴുവൻ കാപ്പി കൃഷിയുണ്ട്. അപ്പോൾ കാപ്പിക്കുരുകളാണിത്. കാപ്പിക്കുരു ഉണക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് മുഴുവൻ കാപ്പിക്കുരു. ഇതാണ് നമ്മൾ കുടിക്കുന്ന കാപ്പിയായിട്ട് വരുന്നത്. കാപ്പിക്കുരു ചിക്കുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചാക്കിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഫാം ചുറ്റിക്കറങ്ങി എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കണ്ട് നമുക്ക് വരാം. അധികമൊന്നുമില്ല ഇവിടെ. കോഴികളും പക്ഷിയും മയിൽ, യമു അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. പക്ഷെ കാണാൻ നല്ലൊരു ഫാം, നല്ല പ്രകൃതി രമണീയമായ ഒരു ഫാമായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പ്രാവിൻ്റെ കൂട് ധാരാളമുണ്ട്. പ്രാവ് പലതരം പ്രാവുകളുണ്ട്. വൈറ്റ് കളറിൽ തന്നെ കാണാൻ ഭംഗിയുള്ള പലതരം പ്രാവുകളുണ്ട്. ഇതാണ് യമു. 2-3 യമു ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വെള്ളം കുടിക്കുന്നുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് കരിങ്കോഴിയാണ് കേട്ടോ. കരിങ്കോഴിക്ക് എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട്. കരിങ്കോഴീനെ ഇവിടെ നന്നായിട്ട് വളർത്തുന്നുണ്ട്. പിന്നെ അവിടെ 2 ആടുകൾ തമ്മിൽ സ്റ്റണ്ട് കൂടുന്നത് കണ്ടു. നല്ല രസമായിരുന്നു കാണാൻ. കുറച്ച് സമയം നമ്മളത് വീഡിയോ എടുത്തുള്ളൂ. പ്രകൃതി രമണീയമായ ഒരു ഫാമാണ് കേട്ടോ. മൃഗങ്ങളും പക്ഷികളൊക്കെ കുറവാണ് ഇവിടെ കാണാൻ. പക്ഷേ ഇതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. നല്ല പ്രകൃതി രമണീയമായ തിരിച്ച് റിസോർട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങൾ ഗവൺമെൻറ് വെജിറ്റബിൾ ആൻഡ് ഓറഞ്ച് ഗാർഡൻ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവിടത്തേക്ക് പോയി. ഇനി അവിടെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അത് മനോഹരമാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചക്ക് ഇഷ്ടം പോലെ പൂക്കളും ചെടികളും കായ്കളും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്.
ഇവിടെ പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റുള്ള പച്ചക്കറികളായിരുന്നു കേട്ടോ അവിടുന്ന് വാങ്ങിച്ചതൊക്കെ. ഓറഞ്ച് ഗാർഡൻ എന്ന പേര് വന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ഓറഞ്ചിൻ്റെ സീസൺ കഴിയാറായിട്ടില്ല. ആകെ 1-2 ഓറഞ്ച് ഞങ്ങൾ കണ്ടുള്ളൂ. തോന്നില്ല, ഇവിടെ തന്നെ ഇരിക്കാൻ കഴിയില്ല. പലതരം ചെമ്പരത്തി പൂക്കളും പിന്നെ ബോഗൺവില്ലയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭംഗിയല്ലേ? കടലാസ് പോവാന്ന് അല്ല, ഞങ്ങൾ 2 നൈറ്റായിരുന്നു ഇവിടെ താമസിച്ചത്. ഒരു ദിവസം രാത്രി ഞങ്ങൾ കുറച്ച് ഗെയിമെല്ലാം കളിച്ചു. മുൻപത്തെ ദിവസം കുറച്ച് ഗെയിമും ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾക്ക് ഇന്നത്തെ രാത്രി ഞങ്ങളെല്ലാവരും പലതരം ഗെയിം കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ യാത്ര. യൂറോപ്പ് ടൂർ ഒന്നിച്ച് പോയ ഞങ്ങളെല്ലാവരും കൂടി ഇനിയും വേറൊരു ടൂറും കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു ഫോറിൻ ടൂർ ആയാലോ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും ഇനി ഒന്നും കൂടി മീറ്റ് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ച് ഒരു ടൂറും കൂടി ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. അടുത്ത ദിവസം ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ഭക്ഷണവും ജ്യൂസും എല്ലാം കുടിച്ചുകൊണ്ടിരുന്നു. ജെൻസ് പ്രത്യേകം വേറെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡെല്ലാം കഴിച്ച് അവിടുന്ന് ഉച്ചക്കത്തെ നല്ല ഊണും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന്
ഉള്ളൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മിനീസ് അടുക്കള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, വീണ്ടും കാണാം.